പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പിണ്ടിത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പിണ്ടി ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനൊരു നൂലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മുറിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമുക്ക് കുനുകുനാ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കറയുണ്ട്, കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി വാരി ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കടുകിട്ടു. കടുക് പൊട്ടിയ ഉടനെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട്, വറ്റൽമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല, ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെച്ചിരുന്ന പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിരുന്ന പിണ്ടിയാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും വേവുമില്ല. ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറു തീയിൽ നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി, ആവിയിൽ അത് വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ തട്ടിപ്പൊത്തി ചെറുതീയിലൊന്ന് അടച്ചു വയ്ക്കാം. പിണ്ടി മാത്രമായിട്ടാണ് തോരൻ വയ്ക്കുന്നതെങ്കിൽ ഈ പ്രോസസ്സ് ഇത്രയും മതിയാവും. ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അതല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുപയറോ വൻപയറോ പരിപ്പോ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വൻപയർ വേവിച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വൻപയറും കൂടെ ചേർത്തത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് കേട്ടോ. വാഴപ്പിണ്ടി, വൻപയർ തോരൻ, ചെറുപയർ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാഴപ്പിണ്ടിയുടെ ഗുണങ്ങൾ അറിയാവുന്നവരാരും ഈ വാഴപ്പിണ്ടി എടുക്കാതിരിക്കില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകം കൂടിയാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്